പോവാം. ആ മറ്റേ എന്താ മേക്കപ്പ് ശരിയായില്ലാന്നോ? കണ്ണിന്റെ അടിയിൽ ചെറിയ ചുളിവ്. കണ്ണിൻ്റെ ഇടയിലെ ചുളിവൊന്നും മേക്കപ്പ് ശരിയാഞ്ഞിട്ടല്ല, പ്രായമാകുന്നതിൻ്റെയാണ്. ഏയ് ഒന്നുമില്ല. ഈ പ്രായമാകുക എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. ഒന്നൊരു കാര്യം അറിയാം, എൻ്റെ പാരൻസ് ഒക്കെ ചെറുപ്പമായിരുന്നപ്പോൾ അവരെത്ര സ്മാർട്ടായിട്ട് ഓടി നടന്നിരുന്നത്. പതുക്കെ പതുക്കെ ഉമ്മച്ചിയൊക്കെ എണീക്കുമ്പോൾ ഒരു കാല് വേദന, പിന്നെ പുറം വേദന. അപ്പം നമുക്കിങ്ങനെ അയ്യോ അയ്യോ അപ്പോൾ കഷ്ടം എന്ന് തോന്നിയിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ 18 വയസ്സിലോ 20 വയസ്സിലോ ഒക്കെ ഉള്ള മുഖമേ മറന്നുപോയി. ഇതൊന്നും അല്ല, കുറച്ച് വ്യത്യാസമാണല്ലോ. ഇപ്പൊ കണ്ണിൻ്റെ അടി വെച്ച് ചുളുങ്ങി, മുടിയൊക്കെ നരച്ചു തുടങ്ങി, ബോഡിയൊക്കെ ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് തുടങ്ങി. അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ടാവും. സത്യസന്ധമായി പറഞ്ഞാൽ മനുഷ്യൻ പതുക്കെ പതുക്കെ മനുഷ്യന്റെ പഴയ കാലങ്ങൾ മറന്നു പോകുന്നതിനോടൊപ്പം തന്നെ പഴയ മുഖവും മറന്നു പോകും. ഇപ്പൊ താങ്കളും അങ്ങനെയൊക്കെ തന്നെ. ഈ ചെറുതായിരിക്കുമ്പോ നിങ്ങളുടെ പ്രായത്തില് വലുതാകാനും ബർത്ത്ഡേ ആഘോഷിക്കാനൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ പിന്നെ നമ്മൾ കുറച്ചത് ഇപ്പം മോന് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല. അപ്പൊ ഇങ്ങനെ പ്രായം കൂടി മുടി കൊഴിഞ്ഞും പല്ല് കൊഴിഞ്ഞും ചുളിവൊക്കെ വീണും, ദാറ്റ് ഈസ് എ റിയാലിറ്റി ഓഫ് ലൈഫ്. ലൈഫിന്റെ റിയാലിറ്റിയാണ്. പിന്നെ പാരൻസ് അങ്ങനെ എങ്ങനെ ആകുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് വിഷമം വരും. എൻ്റെ ഉമ്മയും അപ്പയൊക്കെ വയസ്സാവുന്നു മരിച്ചു പോകുന്നു ഞാൻ ഓർത്തിട്ടേ ഇല്ല. പക്ഷെ നമ്മളതിനെ അതിജീവിക്കാൻ ദൈവം നമുക്ക് ഒരു ശക്തി തരും അല്ലേ? അപ്പം നമ്മൾ ആ റിയാലിറ്റിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ മെയിനായിട്ട് വരേണ്ടത് എന്താണെന്ന് അറിയാം, ബി ഗ്രേറ്റ്ഫുൾ. ദൈവത്തിൻ്റെ അടുത്ത് ഗ്രേറ്റ്ഫുൾ ആവുക ഇപ്പോഴത്തെ ലൈഫിന്. അതുപോലെ തന്നെ നമ്മളുള്ള സമയം മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെയും നല്ലത് ചെയ്തും നമ്മളായിട്ട് സന്തോഷിച്ചും ജീവിക്കാൻ ശ്രമിക്കുക. ലൈഫ് എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ ഇങ്ങനെ ഒരാൾ അയാളുടെ മക്കൾ അല്ലെങ്കിൽ അയാളുടെ ലൈഫ് അല്ലാതെ എന്നെന്നും നമ്മൾ ഒരുപോലെയോ ഒരേ ഇതിലിരിക്കില്ല. എല്ലാവരും മാറും. അപ്പോൾ കണ്ണിൻ്റെ ചുളിവും മുടിയുടെ നരയൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഡൈ അടിച്ചും മേക്കപ്പ് ഇട്ടൊക്കെ ശരിയാക്കാന്നേ ഉള്ളൂ. പക്ഷെ റിയാലിറ്റി ഈസ് റിയാലിറ്റി. ഓക്കെ.